സോ പേളിയുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. അവിടെ ആക്ച്വലി ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ റബൽ ഹിയർ. ഹൗ ആർ യു ഓൾ? സുഖമാണോ? ഐ തിങ്ക് എവരി വൺ ഈസ് ഫൈൻ വിത്ത് ദ ഡേയ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ ഇന്ന് ആക്ച്വലി ഞാൻ ചെറിയൊരു വീഡിയോ ആണ്. വലിയ ഫോർമൽ വീഡിയോ ഒന്നുമല്ല, എവിടെയും പോകുന്നൊന്നുമില്ല. എൻ്റെ വീട് തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ബാക്കിൽ നിന്നാണ് വന്നത്, കിച്ചണിൻ്റെ സൈഡിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഹോം ടൂർ, അല്ലെങ്കിൽ ഹോം ടൂർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഹോം ടൂർ കാണിക്കാൻ ഭയങ്കര പാടാണ്. ആക്ച്വലി ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഞാൻ ചെറിയൊരു എന്താ പറയുക, പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈ ദ വേ, ഞാൻ പേർലിയെ കാണിക്കാം. നിങ്ങൾക്ക് പേർലി അറിയത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് കളഞ്ഞു കിട്ടിയ ഒരു പട്ടിക്കുട്ടിയാണ് പേർലി. അപ്പോൾ എൻ്റെ കൂടെ പേർലിയുണ്ട്. പേർലി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ്. കുറച്ചുകൂടി ഞാൻ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ ഇവിടെ ഒരു പ്രോപ്പർട്ടിയിലാണ് താമസിക്കുന്നത്. പേർലിയെ ഞാൻ കാണിച്ചുതരാം. ഇവിടുത്തെ ഒരാൾ വന്നു, അന്നേരം പുള്ളിയെ നോക്കിക്കൊണ്ട് നിൽക്കുക. പുള്ളിക്കാർക്ക് ഇങ്ങനെ വായി നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഈ ഫ്രണ്ടിലെ ഡോറ് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളിക്കാറ്റ് നേരെ ഇവിടെ വന്നിരിക്കും. ഇവിടുന്ന് വെളിയിലോട്ടൊന്നും പോത്തൊന്നുമില്ല, ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വായി നോക്കിയിരിക്കും. അല്ല വണ്ടി വല്ലതും വരുന്നുണ്ടോ, കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കും. സോ ബേസിക്കലി ഞാനിവിടെ ഇത് ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ട്രീ ആണ്. ഇന്നെന്ത് പറയുന്നത്, വേപ്പല്ല എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, വേപ്പാണിത്. രണ്ടെണ്ണം ഉണ്ട്, ഒന്നപ്പുറത്തും ഉണ്ട്, ഒന്നിപ്പുറത്തും ഉണ്ട്. ഇതാണ് വലുത്, അത് മറ്റേ ചെറുതാണ്. ഞാൻ വന്ന അന്ന് തൊട്ട് ഇതിനെ ഇവിടെ കാണാൻ തുടങ്ങിയ. അതിന് മുന്നേ ഇവിടെ ഈ മരം നിപ്പുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ വെട്ടിക്കളഞ്ഞ. ബിക്കോസ് ഇത് വലുതായി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആവും. വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ ഒരു തൈ ഇവിടെ വെച്ചത്. അപ്പോൾ അതിങ്ങനെ കിളിച്ച് വരുന്നുണ്ട്. മനസ്സിത് കിളിച്ച് വന്ന് വലുതായതിന് ശേഷം വേണം പൂവൊക്കെ ഒന്ന് കിളിച്ച് വരാൻ. ടൈം എടുക്കും, ഭയങ്കര പൊടിയാണ്. സോ ഇതെന്താണ് ഉഴുതുമഴിച്ച് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു ചെടി ഇട്ടായിരുന്നു, ഒരു എന്താ പറയുക, യെല്ലോ ബന്തി ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അതാണ് ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ രാവിലെ ഇട്ടതാണ്. ഇതുവരെ പിടിച്ചിട്ടില്ല. ഇനി വെള്ളം ഒഴിക്കണം, കുറേ ടാസ്ക് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇത് നല്ലൊരു ചെടിയാണ്. നല്ല രസമാണ്, വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. വലിയ വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഗ്രോ ചെയ്ത് ഒത്തിരി നാളായത്. ഇതും അതിൻ്റെ തൈയാണതും, അതുകൊണ്ട് അതും ആയിരിക്കുന്നതും. പിന്നെ ഇവിടെ എനിക്കൊന്ന് 4 മണി ചെടിയൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു, എല്ലാം പോയി. സോ ഗൈസ്, ഇത് എൻ്റെ പപ്പയുടെ വണ്ടിയാണ്, ലാൻഡ് ക്രൂസർ. സോ പേളിയുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. അവളെ നടക്കാമെന്ന് വിചാരിച്ചിന്ന് നടത്താനായിട്ട്. സോ ബാ അവൾക്ക് ലീഷൊന്നും വേണ്ട. ലീഷില്ലാണ്ട് ഇങ്ങനെ നടന്നോളൂ. ബിക്കോസ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് അങ്ങനെ അങ്ങ് നടന്നോളൂ. പുള്ളിക്കാരി ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോവോ, ലൈക്ക് ആ ഒരു ഇതൊന്നുമില്ല, മൈൻഡൊന്നുമില്ല. എൻ്റെ കൂടെ നടക്കത്തേ ഉള്ളൂ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓടുകയും ചെയ്യും. പേടിച്ചൊക്കെയാണ് നടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ബാ, ഇതാണ് ഗ്രൗണ്ട്. ബാ ഇത് പിന്നെ കൊച്ചു പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരു ഗ്രൗണ്ടാണ്. ഒരു വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഗൈസ്, നല്ല രസമില്ലേ കാണാൻ? അത് ഞങ്ങളുടെ ഫുട്ബോൾ ഗ്രൗണ്ട്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ്. അവിടെയാണ് ആക്ച്വലി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഒന്ന് നീന്താനും കുളിക്കാനും ഒക്കെ പോകുന്നത്. കുളിക്കാനല്ല, നീന്താൻ പോകുന്നത്. പിന്നെ ഇതൊക്കെ വീടിനകത്ത് ഇപ്പോൾ കാണിക്കുന്നില്ല. ഹോം ടൂർ ഞാൻ ഇപ്പോൾ എന്തായാലും എടുക്കുന്നില്ല.
ഹോം ടൂർ എടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഹോം ടൂർ കാണിക്കാനായിട്ട്. തൽക്കാലം ഇതൊക്കെ മതി, കാണിച്ചാൽ മതി. സോ നിങ്ങളിതൊക്കെ കണ്ടാൽ മതി. ഷോർട്ട് വീഡിയോ എടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ വണ്ടിയില്ല, അതുകൊണ്ട് തന്നെ എങ്ങോട്ട് ഇറങ്ങണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. പിന്നെ മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ്, ഫ്രൈഡേ ഞാൻ ചിലപ്പോൾ പുറത്ത് പോകുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളെ പുറത്തെ വിശേഷങ്ങളും കുറച്ച് ട്രാവലിൻ്റെ കാര്യങ്ങളും ആയിട്ടൊക്കെ കാണിക്കാം. ഞങ്ങളുടെ ഗ്രൗണ്ട് വരുന്നത് ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഇവിടെ ഞങ്ങൾ ടെന്നീസും കളിക്കും, ഫുട്ബോളും കളിക്കും, ബാസ്കറ്റ് ബോളും കളിക്കും കേട്ടോ. ഇവിടെ അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. ഇവിടെ കയറ്റി കഴിഞ്ഞാൽ ഇവിടെ അലൗഡല്ല, ചിലയിടത്തൊന്നും അലൗഡല്ല. നമുക്ക് പട്ടിയെ കയറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല. പട്ടിയെ കയറ്റാ ബാ ഇങ്ങോട്ട് വാ. പട്ടിയെ കയറ്റാൻ പറ്റത്തില്ല, അലൗഡല്ല. അത് മാത്രമല്ല ഇവിടെ അറബികൾക്ക് അങ്ങനെ പട്ടികളെ വളർത്തുന്നത് വലിയ താല്പര്യമില്ലാത്തൊരു കൂട്ടത്തിലും കൂടിയാണ്. പക്ഷേ ഈ കോമ്പൗണ്ടിൽ ഒരു 10-20 പട്ടികളുണ്ട് ഈ കോമ്പൗണ്ടിൽ തന്നെ. ഇവിടെ വാ. നേരം ഇവിടെ നടത്താൻ ഇറക്കുമ്പോൾ അവളുടെ ആയിട്ടുള്ള കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പുറത്തെ വീട്ടിലൊക്കെ കയറി ചെല്ലും. അപ്പോൾ ഞാനിങ്ങനെ വിളിക്കണം, ഡി ഇവിടെ വന്നേ. കണ്ടോ, അങ്ങ് പോവാ, എവിടെയൊക്കെയോ പോവാ. സോറി ഗൈസ്, ഈ സൈഡ് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഇച്ചിരി പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അന്നേരം വലുതായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാത്തതുകൊണ്ടും എന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു നിങ്ങളോട്. സോ നിങ്ങൾ എന്തായാലും പേളിയുടെ കുറച്ച് കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ കാണും. ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം. എന്തുവാ ബാ ഓട്. പോന്നാണ്ടോ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. വൈ നോക്കി അങ്ങ് പോകും. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തേക്ക് കാണിച്ചു തരാനുള്ളത് നിങ്ങൾക്ക്. ആക്ച്വലി ഒരു മോർണിംഗ് വാക്ക് ആയിരുന്നു പേളിയും കൊണ്ട്. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് അവളെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാറില്ല. വീട്ടിൽ നിന്ന് പുറത്തിറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ പട്ടികളെ കാണുന്നതുകൊണ്ട് കടിയുണ്ടാവും, അങ്ങനെ സീനുണ്ടാവും. സോ ഒന്നാമത് പെമ്പട്ടിയും കൂടിയാണ്, അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് ഇരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു. ഇതൊക്കെയാണ് എനിക്ക് കാണിച്ചു തരാനുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൽ വലിയൊരു പൂന്തോട്ടമുണ്ട്, അതിനും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ നിങ്ങൾ, നല്ല രസമില്ലേ, അടിപൊളിയല്ലേ? അവൾക്ക് ആക്ച്വലി ലീഷൊന്നും വേണ്ട. ഞാൻ ഇടയ്ക്ക് വണ്ടിയിലൊക്കെ കൊണ്ടാറുണ്ട്. അപ്പോൾ വണ്ടിയെ കൊണ്ടുപോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അവിടെ അടങ്ങിയിരുന്നോളും. ഇവിടെ അടങ്ങിയിരുന്നോളും. വേണ്ട കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ? അവിടെ കണ്ടോ നിങ്ങൾ? ആ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ആക്ച്വലി പൂച്ച കണ്ടു കഴിഞ്ഞപ്പോൾ പൂച്ചയുടെ പുറകെ പോയതാ. അവിടെ ഒരു പൂച്ച ഇരിക്കുന്നു. ഇതൊക്കെയാണ് എനിക്ക് കാണിച്ചു തരാനുള്ളത്. ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ്. സോ ഇതാണ് മോർണിംഗ്, ഞങ്ങളുടെ ഇവിടുത്തെ രാവിലെ ഇതാണ്. നല്ല ചൂടുണ്ട്, എനിക്കൊന്ന് കുറച്ച് ക്ലൈമറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. സോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് see you guys next time. Bye.